ഗാസയോട് ചെയ്യുന്ന കൊടും ക്രൂരത തുടരുകയാണ് ഇസ്രയേൽ. ഗാസയിലെ ഒരു പ്രമുഖ ആശുപത്രിയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 7 പേരാണ് തൽക്ഷണം കൊല്ലപ്പെട്ടത്. നിരവധിയായ കാഷ്വാലിറ്റി ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, 2023 ഒക്ടോബറിൽ തുടങ്ങിയ അവർക്കെതിരെയുള്ള ആക്രമണത്തിൽ ഏറ്റവും കുറഞ്ഞത് 62,000 പേരെങ്കിലും മരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ശിശുക്കളെയും വനിതകളെയുമാണ് ഇസ്രയേൽ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ അതൊരു വംശഹത്യയാണ്. ഇതിനെക്കുറിച്ച് ലോകാരോഗ്യ സംഘടനയോ അതല്ലെങ്കിൽ മനുഷ്യ അവകാശ സംഘടനയോ ഒന്നും മൊഴിയുന്നില്ലേ എന്നുള്ളതാണ് ഇറാൻ അടക്കം ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിലെ തന്നെ പ്രമുഖ രാജ്യമായ ഫ്രാൻസും UK ഒക്കെ ഏറ്റവും ഒടുവിൽ ചോദിക്കുന്നത്. എന്തും കാണിക്കാൻ, എന്ത് തോന്നിയാസവും കാണിക്കാനുള്ള ലൈസൻസ് ആരാണ് നെതന്യാഹുവിന് നൽകിയത്? ബെഞ്ചമിൻ നെതന്യാഹു എന്ന ദുഷ്ട ഭരണാധികാരി തച്ചുടയ്ക്കുന്ന ഈ രീതിയിലുള്ള ആക്രമണത്തെ അപലപിക്കുക എന്നുള്ളതല്ലാതെ മറ്റ് രാജ്യങ്ങൾ നേരിട്ട് ഒരു രീതിയിലും അതിനകത്ത് ഇടപെടുന്നില്ല. ശക്തമായ പ്രതിരോധം തീർക്കാൻ ഹമാസിന് വേണ്ടി തീരുമാനിച്ചിറങ്ങിയിരിക്കുന്നത് ഹൂതി വിമതരും അതുപോലെ തന്നെ ഹമാസും ഹിസ്ബുള്ളയും മാത്രമാണ്. ഹമാസിനെയും ഹിസ്ബുള്ളയും ഒക്കെ തകർത്തു എന്ന് അട്ടഹസിച്ചുകൊണ്ട് ഹൂതികൾക്കെതിരെ കടുത്ത പ്രത്യാക്രമണവുമായി മുന്നേറാം എന്ന് വിചാരിക്കുന്നിടത്താണ് ഹൂതികളുടെ ചെറുത്തുനിൽപ്പ് ഇവിടെ എടുത്തു പറയേണ്ടത്. നമുക്കറിയാം, ഹൂതി വിമതരുടെ വലിയ രീതിയിലുള്ള പോരാട്ടം അത് ഇസ്രായേൽ സൈന്യത്തിന് വലിയ ആഘാതം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. യഹ്യ സാരിയുടെ ശക്തമായ ധീരോദാത്തമായ ചെറുത്തുനിൽപ്പ് അത് ലോകം മുഴുവൻ അംഗീകരിക്കുകയാണ്. കാരണം അത്രയേറെ ശക്തമായാണ് യഹ്യ സാരിയുടെ ഒറ്റയാൾ പട്ടാളം പ്രതിരോധം നടത്തുന്നത്. യഹ്യ സാരിക്ക് പ്രോക്സി ഗ്രൂപ്പിൻ്റെ എല്ലാ സഹായവും ഉണ്ടെങ്കിലും ആ മനുഷ്യൻ കാണിക്കുന്ന ചെറുത്തുനിൽപ്പ്, ഏത് നിമിഷവും എന്തും സംഭവിക്കാൻ തൻ്റെ ജീവനെ എന്ന് കൃത്യമായി അറിവുള്ള വ്യക്തി തന്നെയാണ്. എന്നിട്ടും യഹ്യ സാരിയുടെ ഈ പോരാട്ടം ലോക ജനത മുഴുവൻ അംഗീകരിക്കുകയാണ്. ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ചെറുത്തുനിൽപ്പ് തന്നെയാണ്. നോക്കണം, ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിൽ ഒന്നാണ് യമൻ എന്ന് പറയുന്നത്. ആ യമൻ എന്തുകൊണ്ടിങ്ങനെ ശക്തമായി തിരിച്ചടിക്കുന്നു? തൻ്റെ സഹോദരങ്ങളെ തച്ചുടയ്ക്കാൻ ശ്രമിക്കുന്ന കഴുകന്മാർക്ക് മുമ്പിൽ തോറ്റോടില്ല എന്നുറക്കെ പ്രഖ്യാപിക്കുന്ന യഹ്യ സാരിയുടെ നടപടിക്രമങ്ങളെ അംഗീകരിക്കുകയാണ് ഗാസയും അതുപോലെ ഫലസ്തീനിലെ ജനത മുഴുവൻ. അവർക്ക് ഒരു മിശിഹായെ പോലെ തന്നെയാണ് യഹ്യ സാരിയുടെ പ്രവർത്തനം. നേരത്തെ തന്നെ നമുക്കറിയാം, ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള അൽ ഖമനി യഹ്യ സാരിയെക്കുറിച്ച് പറഞ്ഞത്, ഈ 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പോരാളിയായി തന്നെ കണക്കാക്കണം. അത്രമേൽ കരുത്ത് പകരുന്ന നിമിഷങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലൂടെയും വലിയ രീതിയിലുള്ള തിരിച്ചടികളിലൂടെയും ഇസ്രായേലിനെ സമ്മാനിക്കുന്നത്. ഇസ്രായേൽ പോരാട്ടം അവസാനിപ്പിക്കില്ല എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. അവർ തകർന്ന് തരിപ്പണമാകുന്നത് വരെ അവർ ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കും. ഇറാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്, പ്രോക്സി ഗ്രൂപ്പും രണ്ടും കൽപ്പിച്ച് തന്നെയാണ്.